Dears, welcome back to ArcNX. So, നമ്മുടെ thumbnail എന്താണ് ആർട്ടി നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ഏത് ആറ്റത്തിന്റെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനുള്ള അടിപൊളി ട്രിക്കാണ്. യെസ് മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഒറ്റ മിനിറ്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഈ വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യാൻ കാരണം അത്രയും കോൺഫിഡൻസ് ആണ്. ഇത് പഠിപ്പിച്ചെടുക്കാൻ ഒരു മിനിറ്റ് പോരാ, കുറച്ച് സമയം എടുക്കും. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ. പഠിച്ചു കഴിഞ്ഞാൽ എൻജെ പറഞ്ഞാൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒരു മിനിറ്റ് അല്ല, 30 സെക്കൻഡ് മതി. ഏത് എലമെന്റിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പോവാണ്. അടിപൊളി. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നിങ്ങൾ ഈ വർഷം തൊട്ട് പഠിക്കുകയാണ് അല്ലെ? അതെ, ഈ വർഷം തൊട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കുറെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഒക്കെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ തീരാൻ പോവാണ്. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്, മെയിൻ ഷെല്ലുകള്, അതിൽ വരുന്ന സബ് ഷെല്ലുകളാണ് എസും പിയും ഡിയും എഫും. ഇതേ ഓർമ്മിച്ച് വെക്കണ്ടു. എസ്, പി, ഡി, എഫ് ഈ 4 ലെറ്റർ ഓർമ്മിച്ചാൽ നിനക്ക് ഏതും കോൺഫിഗറേഷൻ അല്ലെ? ArcNXൽ മാത്രം കിട്ടുന്ന ഒരു ട്രിക്സ് ആണ്. ശ്രദ്ധിച്ചോ, ആർത്തിന്റെ ട്രിക്ക് ആട്ടോ. ആദ്യം മക്കളെ എസ് പി ഡി എഫ് എഴുതുക. എന്നിട്ട് ഇങ്ങനെ ഒരു ആരോ വരയ്ക്കുക കേട്ടോ. എഫിന്ന് ഡിയിലേക്ക്, ഡിന്ന് പിയിലേക്ക്, പിന്ന് എസിലേക്ക് ഒരു ആരോ മാർക്ക്. മക്കളെ ഇങ്ങനെ എന്ന് പറയുന്നത് റൈറ്റ് നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു ആരോ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബാക്ക്വേർഡ് ആരോ. യെസ് മക്കളെ, അത്രയും എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം ആരെയാണോ കാണുന്നത്, ആദ്യം നിങ്ങൾ എസിനെയാണ് കാണുന്നത്. എസ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് അല്ലെ? എസ് 2 തവണ അങ്ങോട്ട് എഴുതല്ലേ? യെസ്, ആദ്യം കാണുന്ന ആളെ നിങ്ങൾ 2 തവണ. അപ്പൊ ഞാൻ ആദ്യം എസ് കണ്ടു, അപ്പൊ എസ് 2 തവണ എഴുതി. നിങ്ങൾ എല്ലാം 2 തവണ എഴുതണം, അത് നിങ്ങൾ ഓർത്തോണേ. ട്രിക്കിന്റെ ആദ്യ ഭാഗം ആദ്യം കാണുന്ന എസിന് 2 തവണ എഴുതി. എസ്. ഇനി എന്താ, ഇനി പിയിൽ നിന്ന് എസിലേക്ക് എഴുതുക. പി എസ് അതും 2 തവണ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? രണ്ടാമത് നമ്മൾ കാണുന്നത് പിയിൽ നിന്ന് എസിലേക്ക്, പിയിൽ നിന്ന് എസിലേക്ക് ഞാൻ 2 തവണ എഴുതി. മൂന്നാമത് കാണാൻ പോകുന്നത് ബോക്സ് വരച്ചോ? യെസ്, മൂന്നാമത് ഡിയിൽ നിന്ന് പിയിലേക്ക്, പിയിൽ നിന്ന് എസിലേക്ക്, ഡി പി എസ്. അത് 2 തവണ എഴുതുക. ഡി പി എസ് എഴുതുക. യെസ്, അപ്പൊ നമ്മൾ അത് 2 തവണ എഴുതുക. എന്താ? ഡി പി എസ്, ഡി പി എസ്. അടിപൊളി. അടുത്ത് പോട്ടെ. എല്ലാം 2 തവണയാണ്, അത് നിങ്ങൾ മറക്കരുത്. അടുത്തത് എന്താ? എഫ് ഡി പി എസ്. എഫിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് പിയിലേക്ക്, പിയിൽ നിന്ന് എസിലേക്ക്. എഫ് എഴുതണം, ഡി എഴുതണം, പി എഴുതണം, എസ് എഴുതണം. എത്ര തവണ? 2 തവണ. അപ്പൊ എഫ് ഡി പി എസ്, എഫ് ഡി പി എസ്. നിങ്ങൾ ഇത് കാണാൻ പഠിക്കൊന്നും വേണ്ട. എന്താണ് നിങ്ങൾ ഇവിടെ കാണുന്നത് അത് തന്നെ നിങ്ങൾ അങ്ങനെ എഴുതുക. എനിക്കൊന്ന് മാർക്ക് കൊടുക്കുക. അവരൊന്നും കണ്ടോട്ടല്ലേ? റെഡി അല്ലേ? എഴുതിയില്ലേ? എഴുതിയല്ല മക്കളെ. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും നമ്പർ ഇട്ട് കൊടുക്കുക. നമ്മള് എല്ലാ ആൾക്കാരും എഴുതി, ഇനി അവർക്ക് നമ്പർ. എങ്ങനെ നമ്പർ ഇടുക? ആദ്യം കാണുന്ന എസിന് 1S എന്ന് കൊടുക്കുക, രണ്ടാമത് കാണുന്ന എസിന് 2S എന്ന് കൊടുക്കുക, മൂന്നാമത് കാണുന്ന എസിന് 3S എന്ന് കൊടുക്കുക. അപ്പൊ കൊടുക്കാം. ആദ്യത്തെ എസ് 1ലാണ് തുടങ്ങുന്നത്, അപ്പൊ 1S. രണ്ടാമത് കാണുന്നതിന് 2S, മൂന്നാമത് കാണുന്ന എസിന് 3S, നാലാമത് കാണുന്ന എസിന് 4S, അഞ്ചാമത് കാണുന്ന എസിന് 5S, പിന്നെ 6S, 7S അങ്ങനെ പോവാ. 7S, 8S. അതൊന്നും ആവശ്യമില്ല. ഇത്രയും വലുതൊന്നും നിങ്ങൾക്ക് എഴുതാൻ ഒരിക്കലും ചോദിക്കില്ല. ഇനി ഏത് എലമെന്റ് കിട്ടിയാലും നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യപ്പെടാം. ഓക്കെ, അപ്പൊ എസ് കഴിഞ്ഞു. ഇനി പി ഏതിലാ തുടങ്ങുന്നത്? 1P ഉണ്ടോ? ഇല്ല. പി തുടങ്ങുന്നത് 2ലാ. അപ്പൊ ആദ്യം കാണുന്ന പിക്ക് 2P, രണ്ടാമത് കാണുന്ന പിക്ക് 3P, മൂന്നാമത് കാണുന്ന പിക്ക് 4P, നാലാമത് കാണുന്നതിന് 5P. അടുത്തത് 6P. ഇനി 7P ആയിരിക്കും, 7ാമത്തെ P. യെസ്, അപ്പൊ നമ്മൾ പിന്ന് നമ്പർ ഇട്ട് കൊടുത്തു. ഇനി ഡി എവിടെയാ തുടങ്ങുന്നത്? ഡി 3യിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യം കാണുന്ന ഡിക്ക് കൊടുക്കുന്നത് 3D ആണ്. വണ്ടി ഉണ്ടോ? വണ്ടി കാറൊക്കെയാണ്. വണ്ടിയില്ല, 2D ഇല്ല, 3Dയിലാണ് ഡി സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ആദ്യത്തെ ഡി ഇവിടെ കണ്ടു, അതിന് 3D. പിന്നെ എനിക്ക് ഒരു ഡി ഇവിടെ കണ്ടു, അതിന് 4D. പിന്നെ ഒരു ഡി ഞാൻ ഇവിടെ കണ്ടു, അതിന് 5D. യെസ്, പിന്നെ കാണുന്നതിന് 6D. യെസ്, ഓക്കെ അല്ലേ? ഡി കഴിഞ്ഞു. ഇനി എഫ് എവിടെയാ സ്റ്റാർട്ട് ചെയ്യാ? എഫ് തുടങ്ങുന്നത് 4ലാണ്. യെസ്, അപ്പൊ 4F. ഒന്നാമത് കാണുന്ന എഫിന് 4F കൊടുക്കണം. യെസ്, അപ്പൊ ആദ്യത്തെ എഫ് ഇവിടെയാ കണ്ടത്, അതിന് 4F എന്ന് കൊടുത്തു. രണ്ടാമത് കണ്ട എഫിന് 5F എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇനി നിരത്തി എത്ര വേണമെങ്കിലും എഴുതാം. ഇത്രയും വലിയ എലമെന്റ് ഒരിക്കലും തരില്ല. യെസ്, ഓക്കെ. അപ്പൊ നമ്മള് ഓർഡറിൽ എഴുതി. ഈ ഓർഡറിലായിരിക്കും എനർജി കൂടി വരുന്നത്. 1S ആദ്യം ഫില്ലാകും, പിന്നെ 2S, പിന്നെ 2P, പിന്നെ 3S, പിന്നെ 3P, പിന്നെ 3D ആണോ? 3D ആണോ? 4S.
നമുക്ക് എസ് ൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 2 ആണെന്നും പിയിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 6 ആണെന്നും ഡിയിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 10 ആണെന്നും എഫിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺ 14 ആണെന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഈ ഓർഡറിലായിരിക്കും ഇലക്ട്രോൺ ഫിൽ ആവുന്നത്. ഇനി ഏത് എലമെന്റ് ചോദിച്ചാലും നമ്മൾ എഴുതാൻ പോവാണ് സോഡിയം. അതിന് മുൻപ് ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടെ പഠിച്ചു വെക്കണം. എന്താ? എത്ര എസ്സില് മാക്സിമം എത്ര ഇലക്ട്രോൺ ഇരിക്കാന്നുള്ള കാര്യം. എസ് ബൈക്ക് പോലെ അല്ലെ, എസ്സിൽ ഇരിക്കാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ് അല്ലെ. പിയില് 6 ഇലക്ട്രോണിന് ഇരിക്കാം, ഡിയില് 10 ഇലക്ട്രോണിനും എഫില് 14 ഇലക്ട്രോൺ. ഇത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച കാര്യമാണ്. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, എന്നാലേ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുത്താൽ ആദ്യത്തത് തീർച്ചയായിട്ടും സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്. 11 ഇലക്ട്രോൺ ആണ് സോഡിയത്തിലുള്ളത്. ആ 11 ഇലക്ട്രോണുകളെ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യാൻ നോക്കുകയാണ്. മക്കളെ, ആദ്യം നമ്മളോട് സോഡിയം ആണ് എഴുതാൻ പറഞ്ഞത്. അറ്റോമിക് നമ്പർ ഈസ് 11, 11 ആണ്. അപ്പൊ 11 പ്രോട്ടോണും ന്യൂട്രൽ ആയതുകൊണ്ട് 11 ഇലക്ട്രോണും അതിന്റെ കയ്യിലുള്ളത്. ആ ഇലക്ട്രോണിനെയാണ് മക്കള് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഇലക്ട്രോണിനെ ഇരുത്തുന്നതിന്, അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം. ഇലക്ട്രോണിനെ ഓരോരുത്തർക്ക് ഇരുത്തുന്നത് സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം. നമ്മൾ 11 ഇലക്ട്രോണുകളെ ഓരോ സ്ഥലത്തായിട്ട് ഓരോ സീറ്റിലായിട്ട് ഇരുത്താൻ പോവാണ്. അപ്പൊ സോഡിയത്തിന്റെ കയ്യിൽ 11 ഇലക്ട്രോണുകളുണ്ട്. ആ 11 ഇലക്ട്രോണുകളിൽ ആദ്യത്തെ 2 ഇലക്ട്രോൺ എവിടെയാണ്? 1s ഇരുന്നു. കാരണം എസ്സില് മാക്സിമം 2 ഇലക്ട്രോണിനെ ഇരിക്കാൻ പറ്റൂ. അപ്പൊ 1s 2 എഴുതി. ഇനി അടുത്തത് 2s. എസ് എവിടെ കാണുന്നോ 2 കൊടുത്താൽ മതി. അയാൾക്ക് മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാരാ? 2 പേരെ മാത്രമേ അയാൾക്ക് താങ്ങുള്ളൂ. റെഡി അല്ലേ? അപ്പൊ ഇപ്പൊ മൊത്തം ഇലക്ട്രോൺ എത്ര? 2 2 4. 4 ഇലക്ട്രോൺസ് ഇരുന്നു. ഇനി ഇരിക്കാൻ എത്ര പേരുണ്ടാവും? 7 പേരോട് ഇരിക്കാനുണ്ട്. അടുത്ത ഇവിടെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺ 2p-ലേക്കാ പോകുന്നത്. പിയിൽ എത്ര ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും? 2p എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വലിയ ആളാ. അയാൾ വേണമെങ്കിൽ 6 ആളെ അക്കോമഡേറ്റ് ചെയ്യും അല്ലേ. അപ്പൊ 2p p കണ്ടാൽ പിയിൽ 6 ഇലക്ട്രോൺ ഇരിക്കാം. അപ്പൊ 2p-ല് നമ്മൾ 6 ഇലക്ട്രോൺസിന് മാക്സിമം 6 ആണ്. 6 തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അയാൾ 1 ആളും 2 ആളും 3 ആയാലും 4 ആയാലും 5 ആയാലും 6 ആയാലും വരെ അയാൾ വാങ്ങും. കാരണം ഇത് മൊത്തം നിറഞ്ഞിട്ടേ നിങ്ങൾക്ക് അടുത്തതിലോട്ട് പോകാൻ. ഇവിടെ സീറ്റ് ഒഴിവാക്കിയിട്ടിട്ട് അപ്പുറത്തോട്ട് പോകാൻ ഒരു പരിപാടി നടക്കൂല. അപ്പൊ ഇപ്പൊ എത്ര ഇലക്ട്രോൺ ആയി? 2 2 4 4 6 10 ഇലക്ട്രോൺ. ഇനി സോഡിയത്തിന് ഒരാളെ കൂടി കിട്ടും. ഒരാൾ എവിടെയായിരിക്കും? 2p നിറഞ്ഞാൽ പിന്നെ അടുത്തത് പോകുന്നത് 3s. അവിടെ 1 ഇലക്ട്രോൺ. അപ്പൊ എന്താ അതിന്റെ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം? 11 ഇലക്ട്രോൺ. എഴുതാല്ലേ? 1s2 2s2 2p6 3s1. യെസ്, ഇതാണ് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ മിനിറ്റ് പോലും വേണ്ടെന്ന് എനിക്ക് തോന്നി. ഈസി. ഒരു മിനിറ്റ് വേണ്ട. ഇനി ഓക്കെ അല്ലേ? ഇനി മക്കൾ എന്ത് ചെയ്യാ? ഈ വീഡിയോ കമന്റ് ചെയ്തോ. പൊട്ടാഷ്യം ഒരെണ്ണം കൂടി വേണോ? ഒന്നും കൂടി ചെയ്യാം. കാരണം ഒരു എക്സാമ്പിൾ മാത്രം ചിലപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വരത്തില്ല. പൊട്ടാഷ്യം അറ്റോമിക് നമ്പർ 19 ആണ്. 19 ആണ് പൊട്ടാഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ. 19 പേരുണ്ട് പൊട്ടാഷ്യത്തിന്റെ കയ്യിൽ. ഈ 19 പേരെ നമ്മൾ എങ്ങനെ ഇരുത്താൻ പോകുന്നു എന്നുള്ളതാണ് പൊന്നുമക്കളെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോഡിയത്തിന്റെ കയ്യിൽ 11 ഇലക്ട്രോൺ ആണെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ കയ്യിൽ 19 ഇലക്ട്രോൺ ആണ്. മക്കളെ, നമ്മളുടെ ട്രിക്ക് അനുസരിച്ച് നിങ്ങൾ 1s-ഉം 2s-ഉം 2p-യും എഴുതുക. നമ്മൾ ട്രിക്ക് എഴുതിയ പോലെ s sp 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 ps ps dps dps അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ 1s-ൽ 2 ഇലക്ട്രോൺ. 1s-ൽ s-ൽ 2 ഇലക്ട്രോൺ, 2s-ൽ 2 ഇലക്ട്രോൺ, 4 ഇലക്ട്രോൺ ആയി. 2p-ൽ 6 ഇലക്ട്രോൺ, 6 4 10 ഇലക്ട്രോൺ ആയി. 3s-ൽ 2 ഇലക്ട്രോൺ, 12 ആയി. 3p-ൽ 6 18 ആയി. ഒരാളെ കൂടിയേ ബാക്കിയുള്ളൂ. എങ്ങോട്ട് ഫില്ല് ചെയ്യും? 4s-ൽ അങ്ങോട്ട് ഫില്ല് ചെയ്തു. 4s1 ക്ലിയർ അല്ലേ? കോൺഫിഗറേഷൻ എന്താണ്? 1s2 2s2 2p6 3s2 3p6 4s1. യെസ്, ക്രോമിയവും അതേപോലെ കോപ്പറും 2 എണ്ണം ഡിഫറെന്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. എക്സ്ട്രാ സ്റ്റെബിലിറ്റി ആണ്. അതൊഴിച്ച് ബാക്കി ഏത് ആൾക്കാരെയും മക്കൾക്ക് ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിലവിൽ ഒരു 30-40 എണ്ണത്തിന്റെ ആവശ്യമുള്ള അത്രയും നിങ്ങൾക്ക് ഇത് ഓർമ്മിക്കേണ്ടത്. ക്രോമിയവും കോപ്പറും വേറെ സ്റ്റെബിലിറ്റി ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും? വേറെ വീഡിയോ എക്സ്ട്രാ സ്റ്റെബിലിറ്റി വേറെ ചെയ്യുമ്പോൾ അത് ചോദ്യം വരുന്നതാണ്. യെസ്, മക്കൾക്ക് ഒരു ഹോംവർക്ക് ഉണ്ട്. സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ Zn. സിങ്കിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 30 ആണ്. മക്കൾ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്യണം. വീഡിയോന് താഴെ കമന്റ് ചെയ്യണം. അതേപോലെ ഇത് മക്കൾക്ക് നല്ല യൂസ്ഫുൾ ആയെന്ന് തോന്നി, നല്ല വീഡിയോ ആണെന്ന് തോന്നിയാൽ അതൊന്ന് കമന്റ് ചെയ്യുക. കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ ഇനി ട്രിക്സ് വേണമെങ്കിലൊക്കെ പറയാ. ഒരുപാട് കെമിസ്ട്രിയിൽ ഒരുപാട് ട്രിക്കുകൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്. റെഡിയായി കമന്റ് ചെയ്യാനിരുന്നോ? റെഡി ആയിട്ടിരുന്നോ അല്ലേ? യെസ്, ബൈ.